നമസ്കാരം, ന്യൂസ് കാനിലേക്ക് ഏവർക്കും സ്വാഗതം. മണിപ്പൂരിൽ മെയ്തേയ്, കുക്കി വിഭാഗങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടലുകളും കൊലപാതകങ്ങളും കൊള്ളിവയ്പ്പുകളും തുടങ്ങിയിട്ട് 2 മാസത്തോട് അടുക്കുന്നു. മണിപ്പൂരിലെ ക്രൈസ്തവ സമൂഹത്തെ വംശഹത്യ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നതിൻ്റെ കൂടുതൽ തെളിവുകൾ ഒന്നൊന്നായി പുറത്തു വരുമ്പോഴും പ്രധാനമന്ത്രി ഈ വിഷയത്തിൽ തുടരുന്ന കനത്ത മൗനം മണിപ്പൂരിലെ സാധാരണ ജനങ്ങളെ മാത്രമല്ല, രാജ്യത്ത് സമാധാനം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്കെല്ലാം അത് കടുത്ത നിരാശയായി മാറിയിരിക്കുകയാണ്. രാഷ്ട്രീയ വർഗീയ ചിന്തകൾക്കതീതമായ ഒരു ഇടപെടലിന് മാത്രമേ മണിപ്പൂർ വിഷയത്തിൽ പരിഹാരം വരുത്താനാകുകയുള്ളൂ എന്നത് ഇപ്പോൾ ഒരു പൊതുവികാരമായി മാറിയിരിക്കുകയാണ്. മണിപ്പൂരിലെ കൊടിയ പീഡന പർവ്വങ്ങളിലൂടെ കടന്നുപോകുന്ന ജനതയോടുള്ള സഹാനുഭൂതിയും ഐക്യദാർഢ്യവും അറിയിച്ചുകൊണ്ട് ന്യൂസ് കാൻ ഈ ആഴ്ച ആരംഭിക്കുന്നു. ഏവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. വടക്കു കിഴക്കൻ അതിർത്തി സംസ്ഥാനങ്ങളിൽ പ്രബലമായ മെയ്തേയ് വിഭാഗവും ന്യൂനപക്ഷമായ കൊക്കി, സോമി വിഭാഗങ്ങളും തമ്മിലുള്ള ഏറ്റുമുട്ടലുകളും അക്രമങ്ങളും സംസ്ഥാനത്തെ ഭരണകൂടത്തിൻ്റെയും പട്ടാളത്തിൻ്റെയും സുരക്ഷാ വലയങ്ങൾക്കും ദ്രുതകർമ്മസേനയുടെയും കൂടാതെ കേന്ദ്രത്തിൽ നിന്ന് വന്ന് വിന്യസിച്ചിട്ടുള്ള ഇതര സൈനിക വിഭാഗങ്ങളുടെയും റോന്ത് ചുറ്റലുകൾക്ക് കീഴിലും ശമനമില്ലാതെ തുടരുന്നത് ഇന്ത്യയിലെ സമാധാനകാംക്ഷികളായ ജനങ്ങളെയെല്ലാം ആശങ്കയിൽ ആഴ്ത്തിയിട്ടുണ്ട്. കലാപവുമായി യാതൊരു തരത്തിലും ബന്ധപ്പെടാത്ത നിരപരാധികളായ മനുഷ്യരാണ് നിയന്ത്രിക്കാനാകാത്ത ഈ കൂട്ടക്കുരുതിയിൽപ്പെട്ട് ഇല്ലാതെയായിക്കൊണ്ടിരിക്കുന്നത്. ആയിരക്കണക്കിന് വീടുകളും അവരുടെ സ്വത്തുകളും അനവധി ഗ്രാമങ്ങളും കൊള്ളയ്ക്കും കൊള്ളിവയ്പ്പിനും ഇരകളായി നശിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. 10,000-ങ്ങളാണ് പാർപ്പിടം വിട്ട് പലായനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരിൽ പരശതം ജനങ്ങളും വിവിധ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുകയാണ്. പലരും അയൽ സംസ്ഥാനങ്ങളിലേക്ക് അഭയാർത്ഥികളായി ഓടിപ്പോയിട്ടുണ്ട്. മെയ് മാസം ആദ്യവാരത്തിൽ ആരംഭിച്ച കലാപത്തിൽ കൂടുതലായി മരിച്ചു വീണത് മലയോരങ്ങളിൽ താമസിക്കുന്ന കുക്കി വിഭാഗത്തിൽപ്പെട്ട ക്രിസ്ത്യാനികളാണ്. ഇവരുടെ 400ഓളം പള്ളികളും 100-നടുത്ത് സ്ഥാപനങ്ങളും നശിപ്പിക്കപ്പെട്ടു. ഇത്തരത്തിൽ ഒരു സംസ്ഥാനത്ത് ഭരണഘടനാപരമായ തകർച്ചകൾ ഉണ്ടാകുന്നത് ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഒറ്റപ്പെട്ട സംഭവമാണ്. വിദ്വേഷത്തിൻ്റെ ചെങ്കനലാട്ടങ്ങൾ തുടരുന്ന മണിപ്പൂരിലേക്ക് ദൗത്യ നിർവഹണത്തിനായി പോയ സാമൂഹിക പ്രവർത്തകൻ അഡ്വക്കേറ്റ് ജസ്റ്റിൻ പള്ളിവാതുക്കൽ വെളിപ്പെടുത്തിയത് ഇപ്രകാരമായിരുന്നു. ഈ 3-ാം തീയതി കലാപം ആരംഭിച്ച് 36 മണിക്കൂർ തീരുന്നതിന് മുമ്പ് ഈ മെയ്തേയ് ഹിന്ദു സമൂഹത്തിന്റെ അടുത്ത് നിന്ന് ആക്രമണം പൊട്ടിപ്പുറപ്പെടുകയും മെയ്തേയ് ക്രൈസ്തവർ ആരാധിച്ചു കൊണ്ടിരുന്ന 251 ദേവാലയങ്ങളും 6ഓളം അവരുടെ സ്ഥാപനങ്ങളും എന്ന് പറഞ്ഞ സെമിനാരികളും അവരുടെ മറ്റ് ഒഫീഷ്യൽ ബിൽഡിങ്ങുകളും തകർക്കപ്പെട്ടു. ഇൻഫാൽ സിറ്റിക്കുള്ളിൽ ഇത് വർഗീയത അല്ലെങ്കിൽ എന്തിനാ അവര് ഇത് ജാതീയതയാണെങ്കിൽ അല്ലെങ്കിൽ ഇത് എത്നിക് വാറാണെങ്കിൽ അത് അവിടെ നിൽക്കേണ്ടതല്ലേ? അതിന് പകരം ഈ ക്രൈസ്തവരായ മെയ്തേയ് വിഭാഗക്കാരെ കണ്ടുപിടിച്ച് അവരുടെ വീടുകള്, സ്ഥാപനങ്ങള്, പള്ളികള് തകർത്തു. ഇൻഫാൽ സിറ്റിയുടെ നടുവിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു മനോഹരമായ സംഭവമുണ്ട്. ഒരു കോമ്പൗണ്ടിൽ നാഗാ ദേവാലയമുണ്ട്. തൊട്ടപ്പുറേ ബാപ്റ്റിസ്റ്റ് ചർച്ചിന്റെയും അതിന് തൊട്ടു ചേർന്ന് ഇവാഞ്ചലിക്കൽ ചർച്ചിന്റെയും 2 സെമിനാരികളാണ്. ഈ നാഗാ ചർച്ച് ഒരു പോറലേറ്റിട്ടില്ല. മറ്റേത് 2, 3 നില 4 നിലയുള്ള ബിൽഡിങ്ങുകളാണ് പൂർണ്ണമായിട്ടും കത്തിച്ചു കളഞ്ഞു. അത്രയും കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് ഇവര് ഭീകരമായ രീതിയിൽ ക്രൈസ്തവരെ തെരഞ്ഞു പിടിച്ച് ആക്രമിച്ച് നശിപ്പിക്കുക. മണിപ്പൂരിലെ ക്രൈസ്തവ സമൂഹത്തിനെതിരെ നടക്കുന്നത് അങ്ങേയറ്റം ആസൂത്രിതമായ ആക്രമണങ്ങൾ തന്നെയാണ് എന്ന് അരക്കിട്ടുറപ്പിക്കുകയാണ് ജസ്റ്റിൻ വക്കീലിൻ്റെ വാക്കുകൾ. മണിപ്പൂരിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കലാപങ്ങൾ ശമിച്ച് സമാധാനപൂരിതമായ ഒരു അന്തരീക്ഷം ഉളവാകുവാൻ തദ്ദേശീയരായ ക്രിസ്തു വിശ്വാസികൾ കുത്തി പെയ്യുന്ന മഴയത്തും പൊതുവഴിയിൽ മുട്ടുകുത്തി
തങ്ങളുടെ പ്രാണനാഥനായ ക്രിസ്തുവിനോട് പ്രാർത്ഥിക്കുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പരക്കെ ശ്രദ്ധ നേടുകയാണ്. ഈ പ്രാർത്ഥന ഒരിക്കലും പാഴായി പോകത്തില്ല. കാരണം ഒരു സംസ്ഥാനത്ത് ദരിദ്രന്റെ നീതിയും ന്യായവും മറിച്ചു കളഞ്ഞാൽ നിങ്ങൾ ഭയപ്പെടരുത്. ഉന്നതനും മീതെ ഉന്നതനും അതിനും മീതെ അത്യുന്നതനും ജാഗരിക്കുന്നുവെന്നാണ് വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നത്. സർവഭൂമിക്കും അധിപതിയായ ദൈവം നീതിയോടെ തന്നെ ഈ വിഷയത്തിൽ വിധി പറയും. കാരണം അവിടുന്ന് നീതി നിഷേധിക്കപ്പെട്ടവന്റെ നീതിയും ന്യായം അട്ടിമറിക്കപ്പെട്ടവന്റെ ന്യായവുമാണ്. 50 ദിവസങ്ങൾ കഴിഞ്ഞിട്ടും പ്രധാനമന്ത്രി ഈ വിഷയത്തിൽ തുടരുന്ന മൗനത്തിൻ്റെ അർത്ഥതലങ്ങൾ എന്ത് തന്നെയായിരുന്നാലും മണിപ്പൂർ ജനതയും മണിപ്പൂരിലെ സഭയും നീതിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളും പ്രയത്നങ്ങളും തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. നീതിയുടെ ഉദയസൂര്യൻ കാലതാമസം കൂടാതെ ഉദിച്ചുയരും എന്ന പ്രതീക്ഷയിൽ. കേരളത്തിലെ ചില സ്വകാര്യ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രികളിലെ സാമാന്യ മര്യാദയ്ക്ക് വിരുദ്ധമായ ഹീനമായ ഇടപാടുകളിൽ മനം മടുത്ത് സ്റ്റെതസ്കോപ്പ് മാറ്റിവെച്ച് കൃഷി ചെയ്ത് ജീവിക്കുന്ന ഡോക്ടർ സദാനന്ദൻ ഗണപതിയുടെ ഒറ്റയാൾ പോരാട്ടത്തിലൂടെ അഴിഞ്ഞു വീണത് മെഡിക്കൽ സാങ്കേതിക വിദ്യകളുടെ മറവിൽ നടക്കുന്ന ഭീകരമായ മനുഷ്യ കശാപ്പുകളുടെ പിന്നാമ്പുറ കഥകളായിരുന്നു. അത് കേട്ട് കേരളത്തിലെ ജനങ്ങളെല്ലാം നടുങ്ങി തരിച്ച് നിന്നിട്ട് അധിക ദിവസങ്ങളായില്ല. അതിനു മുൻപേ തന്നെ അതിലും ഭീകരമായ മറ്റൊരു വെളിപ്പെടുത്തലുമായി ഡോക്ടർ ഗണപതി വീണ്ടും രംഗത്ത് വന്നിരിക്കുകയാണ്. 2015 ശേഷം ഇന്നുവരെ കേരളത്തിൽ മസ്തിഷ്ക മരണത്തിന് ഇരയായവരെല്ലാം ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും മാത്രമാണെന്നും ഈ കാലയളവിൽ നടന്ന 148 ബ്രെയിൻ ഡെത്ത് കേസുകളിൽ ഒരാളൊഴികെ ഒറ്റ മുസ്ലിം ചെറുപ്പക്കാർ പോലും ഒരു ബ്രെയിൻ ഡെത്ത് കേസുകളിലും പെട്ടിട്ടില്ലെന്നുള്ള ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളുമായി ഡോക്ടർ ഗണപതി രംഗത്തെത്തിയത്. കേരളത്തിൽ ബ്രെയിൻ ഡെത്ത് ആൾക്കാരുടെ ലിസ്റ്റ് ഒന്ന് എടുത്ത് നോക്കാം. എൻ്റെ ഒരു ലിസ്റ്റ് ഇരിപ്പുണ്ട്. അതിൽ 2015 76 പേരും 2016 അടുത്ത വർഷം 72 പേരുമാണ്. അപ്പോൾ 148 പേര് 2 വർഷം കൊണ്ട് ഇവിടെ ബ്രെയിൻ ഡെത്തായി. അതിലാകെ ഉള്ളത് ഒരു മുസ്ലിം സഹോദരനാണുള്ളത്. അതായത് 26% ഉള്ള ഒരു പോപ്പുലേഷൻ്റെ ഒരാൾ മാത്രം ബ്രെയിൻ ഡെത്താൻ കാര്യം എന്താ? Because this brain death is mostly certified in hospitals owned by Muslim doctors or Muslim businessmen. They have got an unwritten rule that our people shall not be certified brain dead. ഒരു സംശയം അല്ലെങ്കിൽ ഉത്തരം ഞാൻ പറഞ്ഞ ഉത്തരം നിങ്ങളിതാ 148 പേര് ബ്രെയിൻ ഡെത്താൽ എന്തുകൊണ്ട് ഒരു മുസ്ലിം മാത്രം ഉള്ളത്? റീസൺ എന്താണ്? അവർക്കാർക്ക് ആക്സിഡൻറ്റ് പറ്റുന്നില്ല, അവർക്കാരും കാറും ബൈക്കും സ്കൂട്ടറും ഒന്നും ഇല്ലേ? കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബ്രെയിൻ ഡെത്ത് നടക്കുന്ന ഹോസ്പിറ്റൽസ് തെക്കെന്ന് പറഞ്ഞാൽ കിംസ് ട്രിവാൻഡ്രം, ആസ്റ്റർ, ലേക്ഷോ, ആസ്റ്റർ മിംസ്, ബേബി മെമ്മോറിയൽ, എല്ലാത്തിനെയും പേര് പെട്ടെന്ന് ഓർമ്മ അറിഞ്ഞു, പ്രായം കുറേ ആയി. എന്നാൽ ഇതെല്ലാം ഒരു വിഭാഗത്തിൻ്റെ ആശുപത്രികളാണ്. ആക്സിഡൻറ്റുകൾ ആക്സിഡൻ്റൽ ആണെങ്കിലും ആക്സിഡൻറ്റിൽപ്പെട്ട് ആശുപത്രികളിൽ എത്തുന്നവനുണ്ടാകുന്ന മസ്തിഷ്ക മരണം പലപ്പോഴും ആക്സിഡൻ്റ് അല്ല, മറിച്ച് ആസൂത്രിതമാണെന്നും വസ്തുനിഷ്ഠമായ വിശകലനങ്ങൾക്ക് ശേഷം വിളിച്ചു പറയുന്ന ഈ മനുഷ്യൻ്റെ വാക്കുകൾ കേരളത്തിലെ അധികാരികളും ജനങ്ങളും അങ്ങേയറ്റം ഗൗരവമായി തന്നെ എടുക്കേണ്ടതാണ്. ബ്രെയിൻ ഡെത്ത് കേസുകളിലെല്ലാം നടന്നത് വളരെ ആസൂത്രിതമായ ഹത്യയായിരുന്നുവെന്ന് ഉറക്കപ്പറഞ്ഞ ഗണപതിയുടെ ആരോപണം കേവലം വാചക കസർത്തല്ല, മറിച്ച് വസ്തുനിഷ്ഠമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ബന്ധപ്പെട്ട രേഖകൾ ഉയർത്തിക്കാട്ടി തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഗൗരവം വളരെ വലുതാണ് താനും. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബ്രെയിൻ ഡെത്തുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ചില ഹോസ്പിറ്റലുകളുടെ പേരുകളും ഗണപതി വെളിപ്പെടുത്തിയിരുന്നു. മതേതര കേരളം ഞെട്ടിപ്പോയ വെളിപ്പെടുത്തലുകളാണ്
ആ വിവരണത്തിലുണ്ടായിരുന്നത്. ഈ ആശുപത്രികളെല്ലാം ഒരു വിഭാഗത്തിൻ്റെത് മാത്രമാണ് എന്ന ഗണപതിയുടെ കണ്ടെത്തൽ കേരളത്തെ അക്ഷരാർത്ഥത്തിൽ അമ്പരപ്പിച്ചിരിക്കുകയാണ്. ഈ അമ്പരപ്പിനിടയിൽ മന്ത്രി ശിവൻകുട്ടി ഗണപതിയുടെ ആരോപണങ്ങൾ ശാസ്ത്രീയമായ വസ്തുതകളുടെ അടിസ്ഥാനത്തിലല്ല എന്ന് പറയാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. എങ്കിൽ കേരള സർക്കാർ ചെയ്യേണ്ടത് വളരെ സിമ്പിളായ ഒരു കാര്യമാണ്. ഡോക്ടർ ഗണപതി വെളിപ്പെടുത്തിയ കാലഘട്ടത്തിൽ എത്ര ബ്രെയിൻ ഡെത്തുകൾ, എത്ര അവയവ കൈമാറ്റങ്ങൾ, കേരളത്തിൽ നിന്നും അവയവങ്ങൾ സ്വീകരിച്ച സ്വദേശി വിദേശി പൗരന്മാർ, അവരുടെ പേരും രാജ്യവും അവയവദാതാവിൻ്റെ വിശദാംശങ്ങൾ, ശസ്ത്രക്രിയ നടത്തിയ ആശുപത്രികൾ സഹിതം എത്രയും വേഗം പുറത്തുവിട്ട് ഡോക്ടർ ഗണപതി എന്ന വ്യക്തി ഉന്നയിച്ച ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് തെളിയിക്കുക. അല്ലാതെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെ സംശയമുനയിൽ നിർത്തുകയല്ല വേണ്ടത്. മിക്കവാറും ചാനലുകളും ചർച്ചയ്ക്കെടുക്കാൻ മടിച്ച ഈ വിഷയം ഷെക്കേന ന്യൂസ് ചർച്ചയ്ക്കെടുത്തപ്പോൾ ആശുപത്രികളുമായി ചുറ്റിപ്പറ്റി നടക്കുന്ന മറ്റ് പല കളികളും വെളിച്ചത്ത് വന്നു. ആ ചർച്ചയുടെ പ്രസക്ത ഭാഗങ്ങളിലേക്ക്. പണത്തിന് മീതെ, അതിനോടൊപ്പം തന്നെ ചില മതത്തിന് മീതെ ഒരു പരുന്തും ഈ കേരളത്തിൽ പറക്കില്ല. 2009 നവംബർ 29 നടന്ന ഒരു ആക്സിഡന്റ്. ഇത്ര വർഷം, 14 വർഷം എടുത്തു ഈ സംഭവം ഞാനും ഈ നാട്ടിലുള്ള സാധാരണക്കാരനും അറിയാൻ. 1. 2, ഈ ആശുപത്രി ആക്സിഡന്റ് പറ്റിയ വ്യക്തി ആക്സിഡന്റ് ഒരു വ്യക്തി ആദ്യം കൊണ്ടുപോയത് കോതമംഗലത്തെ ക്രിസ്ത്യൻ ഹോസ്പിറ്റൽ മാർ ബസേലിയോസ് ആശുപത്രിയാണ്. പക്ഷേ അവിടുത്തെ ഡോക്ടർ ആ തലച്ചോറ്, എന്റെ ഫസ്റ്റ് എയ്ഡ് ആയിട്ട് പറഞ്ഞ തലച്ചോറിൽ രക്തം കട്ട പിടിക്കുമ്പോൾ അത് എടുത്ത് കളയണം എന്നുള്ളതാണ്, രക്തം നീക്കം ചെയ്യണം. പക്ഷെ അത് ചെയ്തില്ല. പക്ഷെ ഞാൻ വായിച്ചത് ആ ഡോക്ടർ നേരത്തെ ലെഗ് ഷോറിൽ ജോലി ചെയ്തിരുന്ന ഡോക്ടറാണെന്നുള്ളതാണ്. സത്യമാണെങ്കിൽ അതൊരു ഭീകരമായ ഒരു നെറ്റ്വർക്കാണ്. ആ ഡോക്ടറാണ് ലെഗ് ഷോറിലേക്ക് അയക്കുന്നത്. ലെഗ് ഷോർ ഹോസ്പിറ്റലിലേക്ക് വന്നു, അവിടെയും ചെയ്തില്ല. ഇവിടെ 2 കാര്യം. ഒന്ന് ഫസ്റ്റ് എയ്ഡ് കറക്റ്റ് ആയിട്ട് കൊടുത്തില്ല. തലച്ചോറിൽ രക്തം കട്ട പിടിച്ചിട്ടുണ്ട്, അത് നീക്കം ചെയ്തെങ്കിൽ ചിലപ്പോൾ ആ ചെറുപ്പക്കാരൻ രക്ഷപ്പെട്ടേനെ, ഇന്നും ജീവനോടെ ഇരുന്നേ. അപ്പോഴ് അത് നടന്നില്ല. 2ാമത്തെ കാരണം പറയുന്നത് ഈ അവയവദാനത്തിന് ചില ചട്ടങ്ങളുണ്ട്. ഈ ചട്ടത്തിന് ലംഘനം നടന്നു. എന്താണ് ഈ ഭരിക്കുന്ന സർക്കാരൊക്കെ എന്ത് ചെയ്യാണെന്നുള്ളതാണ് ചില സമയത്ത് നമ്മൾ ചിന്തിച്ചു പോകുന്നത്. ചട്ടലംഘനം നടന്നിട്ടും ഇന്നു വരെ ഇതിനെതിരെ പ്രതികരിക്കാൻ കേരളത്തിലെ ഒരു രാഷ്ട്രീയ നേതാക്കന്മാരും തയ്യാറായിട്ടില്ല. പക്ഷെ ഇതേ സമയത്ത് നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു കത്തോലിക്ക സ്ഥാപനത്തിലാണ് ഈ സംഭവം നടന്നതെങ്കിൽ ഇന്ന് ആ സ്ഥാപനം എറിയപ്പെട്ടതിനെ, പൊട്ടപ്പെട്ടതിനെ, പല ക്ലാസ്സുകൾ ഇല്ലാതായതിനെ, അവിടുത്തെ സ്റ്റാഫിന് നല്ല തല്ലുകൊണ്ടേനെ. ഈ ഒരു വ്യത്യാസം കേരളത്തിലുണ്ട്. ഇല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ പണവും ജാതിയുമാണ്, ചില മതങ്ങളുമാണ് കേരളത്തിലെ ഏത് ഭരിക്കുന്നവരെയും സപ്പോർട്ട് ചെയ്യുന്നതും അവർക്ക് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതും. പിന്നെ നേരത്തെ ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഇതിന്റെയൊക്കെ മറവില് അവയവദാനത്തിന് വേണ്ടി കാത്തിരിക്കുന്ന വ്യക്തികൾക്ക് നഷ്ടമുണ്ടാക്കുകയാണോ നമ്മളെന്ന് ഞാൻ തിരിച്ചു ചോദിക്കുന്നുള്ളൂ. കുറച്ചു നാള് ജീവിക്കാൻ വേണ്ടി ജീവിച്ചിരിക്കേണ്ട, വർഷങ്ങൾ ജീവിച്ചിരിക്കേണ്ട മനുഷ്യനെ കൊന്നാണോ കൊടുക്കുന്നത്? ഇവിടെ ഇത് നടക്കുന്നില്ല. ഡോക്ടർ ഗണപതി പറഞ്ഞത് ഒരു പ്രത്യേക മതവിഭാഗത്തെ എടുത്തു പറഞ്ഞു, ഇസ്ലാം മതത്തെയാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷെ അതിലും പ്രാമാണികമായി നോക്കിയാൽ അവിടെ അവയവദാനം ഒരു വിഭാഗത്തിന് സാധിക്കില്ല. അവർക്ക് അവരുടെ പ്രാമാണികമായ അവയവം ദാനം ചെയ്യുന്നത് തെറ്റാണ്. സ്വീകരിക്കേണ്ട കുഴപ്പമില്ല, ഓൺലി ഇൻകമിങ്, നോ ഔട്ട് ഗോയിങ്. അപ്പൊ അത് അവർക്ക് പ്രശ്നമില്ല. അപ്പോ ഇവിടെ വന്നിട്ടുള്ള അല്ലെങ്കിൽ ഇത്തരം ഹോസ്പിറ്റലുകളിൽ ചികിത്സക്കായി എത്തുന്ന ഏതൊക്കെ രാജ്യങ്ങളിൽ, ഏതൊക്കെ ദ്വീപുകളിൽ, എവിടെ നിന്നൊക്കെയാണ് വരുന്നതെന്ന് വെച്ച് നോക്കിയാൽ, ആർക്കൊക്കെയാണ് ഇത് കൊടുത്തിരിക്കുന്നത് നോക്കിയാൽ, ഇത്തരം ഹോസ്പിറ്റലുകളിൽ ഈ നടന്നിട്ടുള്ള മരണങ്ങൾ, ബ്രെയിൻ ഡെത്തുകൾ, അവരെയൊക്കെ രക്ഷപ്പെടുത്താമായിരുന്നിട്ടും അവരെ മരണത്തിലേക്ക് തള്ളിവിട്ടുകൊണ്ട് അവരുടെ അവസാന നിമിഷങ്ങളിൽ നമ്മുടെ പ്രോലൈഫിന്റെ സഹോദരൻ സൂചിപ്പിച്ചതുപോലെ അവരെ തള്ളിവിട്ടുകൊണ്ട് നിങ്ങളുടെ മകന്റെ കണ്ണ് ഇന്നാളിൽ ഇരുന്ന് നിങ്ങൾക്ക് കാണാനാവും, നിങ്ങളുടെ മകന്റെ ഹൃദയം ഇന്നാളിൽ ഇരുന്ന് തുടിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരുടെ ആ അപ്പോഴത്തെ സിറ്റുവേഷനെ മുതലെടുത്തുകൊണ്ട് ഒപ്പിട്ട് വാങ്ങിക്കൊണ്ട് അത് ചെയ്യും. ഇല്ലെങ്കിൽ പോലും ഈ മരണപ്പെട്ട് പുറത്തേക്ക് വരുന്ന ബോഡി നമ്മൾ മറ്റെവിടെയെങ്കിലും കൊണ്ട് പോസ്റ്റ്മോർട്ടം ചെയ്യാറുണ്ടോ? അതിനകത്ത് കരളുണ്ടോ, ഹൃദയമുണ്ടോ എന്ന് നോക്കാനായിട്ട് ഏതെങ്കിലും ഒരു വീട്ടുകാര് കൊണ്ടുപോയി മറ്റെവിടെയെങ്കിലും കൊണ്ട്, ഇപ്പം ഏതെങ്കിലും പറയുന്ന ഈ ആരോപണ വിധേയമായിട്ടുള്ള ഹോസ്പിറ്റലിൽ നിന്ന് വിട്ടുകൊടുക്കുന്ന ഒരു ബോഡി വേറെ എവിടെയെങ്കിലും കൊണ്ട് പോസ്റ്റ്മോർട്ടം ചെയ്യുമോ ആരെങ്കിലും? അതോ കൊണ്ട് അടക്കുമോ? അപ്പൊ ഇതൊക്കെ ഇവിടെ സംഭവിക്കുന്നുണ്ടോ എന്നുള്ളത് സത്യം തന്നെയാണ്.
അപ്പം അത് ഒരു പ്രത്യേക ഡോക്ടർ ഗണപതി സൂചിപ്പിച്ച ആ ഹോസ്പിറ്റലുകളിൽ ഇത് സംഭവിക്കുന്നു ഉണ്ടെന്നുണ്ടെങ്കിൽ പെൺകത്തി പറഞ്ഞ ബാക്കി കാര്യങ്ങളും ശരിയാണ് എന്ന് തന്നെയാണ് തെളിയുന്നത്. ഡോക്ടർ, ഈ ഇപ്പോൾ ഒരു കിഡ്നി മാറ്റിവെക്കുന്ന ഒരു സംഭവം ആയിക്കോട്ടെ, പക്ഷെ അതിനെന്തിനാണ് ഈ 50 ലക്ഷം രൂപയുടെ ആവശ്യം എന്താണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഏതൊരു ബിസിനസ്സും പോലെ തന്നെ അതിന് ഇത്രയും മാർജിൻ അവരുടെ മാർജിൻ അവരെടുക്കുന്നു ഏറ്റവും പച്ചയായിട്ടുള്ള യാഥാർത്ഥ്യം. അതിനകത്ത് യാതൊരു സംശയമില്ല. അതെ അതെ, നമ്മളെ ഈ പല നന്മകളും നടക്കുന്നതിന്റെ ഇടയിൽ നമുക്ക് അറിയാവുന്ന പോലെ തന്നെ ചാരിറ്റി മാഫിയ വളരെ ശക്തമായിട്ട് വളരെ പ്രബലമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ഒത്തിരി സ്ഥലങ്ങളിൽ നിന്ന് അതിനെക്കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള സൂചനകളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അത് നമ്മൾ ഓരോ കേസുകളിലും നമ്മൾ വളരെ വിജിലന്റ് ആയിരിക്കണം. നമ്മളിപ്പോ ഒരാൾക്ക് പൈസ കൊടുക്കുമ്പോൾ കൃത്യമായിട്ട് നമ്മൾ അന്വേഷിക്കണം. ആതുര സേവനം ബിസിനസ് ആക്കി മാറ്റിക്കഴിഞ്ഞാൽ രോഗിയായും അപകടത്തിൽപ്പെട്ടും വരുന്ന പാവപ്പെട്ട മനുഷ്യരെ ലോട്ടറിയായും ഇരയായും ഒക്കെ മാത്രമേ കാണാൻ കഴിയത്തുള്ളൂ. അത്തരം ഹോസ്പിറ്റലുകളിലോ ഡോക്ടർമാരുടെ മുൻപിലോ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ എന്തൊക്കെയാണ് നഷ്ടപ്പെടുക എന്ന് പറയാൻ സാധിക്കുകയില്ല. കേരളത്തിൻ്റെ സ്വന്തം ഉൽപ്പന്നങ്ങളെ ഇപ്പോൾ ബ്രാൻഡഡ് ഇനീഷ്യലായ കെ ചേർത്ത് മാത്രമേ പറയാറുള്ളൂ. കെ ഫോൺ, കെ റെയിൽ എന്നിങ്ങനെ ഉദാഹരണങ്ങൾ. എന്നാൽ ഇപ്പോൾ ഭരണകക്ഷിയുടെ കുട്ടി സഖാക്കൾ കാട്ടിക്കൂട്ടുന്ന തട്ടിപ്പുകളും വെട്ടിപ്പുകളും ദിനംപ്രതി എന്നോണം പിടിക്കപ്പെടുകയാണ്. തുടർച്ചയായ അഴിമതി ആരോപണങ്ങളിൽ മുഖം നഷ്ടപ്പെട്ട് ആകെ ഉലഞ്ഞു നിൽക്കുന്ന സർക്കാർ മാധ്യമപ്രവർത്തകരെയും പ്രതിപക്ഷത്തെ പ്രമുഖരെയും വ്യാജ കേസിൽപ്പെടുത്താൻ പരക്കം പായുന്നതിനിടയിൽ കുട്ടി സഖാക്കളുടെ കെ വിദ്യകളെ കൂടി ന്യായീകരിക്കാൻ കഴിയാതെ അവരിൽ ചിലരെ നിയമവാഴ്ചയ്ക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് കുറേ ദിവസം ഒളിവിലൊക്കെ കഴിഞ്ഞെങ്കിലും ഒടുവിൽ കോഴിക്കോട് വെച്ച് SFIയുടെ തീപ്പൊരി നേതാവ് വിദ്യയെ പോലീസ് അറസ്റ്റ് ചെയ്തത്. വിദ്യയുടെ അറസ്റ്റ് നാടകമാണെന്ന് പരക്കെ ആരോപണമുയരുന്നുണ്ട്. അത് കൂടുതൽ ഉറപ്പിക്കപ്പെട്ടത് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ വാക്കുകളിലൂടെയാണ്. ഇന്നലെ നടന്ന അവരെ കസ്റ്റഡിയിലെടുത്തു എന്ന് പറയുന്നത് ഒരു നാടകമാണ്. പോലീസും പ്രതിയും ചേർന്നുള്ളൊരു നാടകമാണ്. കേരള പോലീസ് വിചാരിച്ചാൽ മണിക്കൂറുകൾക്കകം ഇതുപോലൊരു പ്രതിയെ കസ്റ്റഡിയിലെടുക്കാൻ ഒരു പ്രയാസവുമില്ല. അതുപോലെ തന്നെയാണ് നിഖിൽ ഇപ്പോൾ ഒളിവിലാണ്. നിഖിലിനെയും ഇനിയും തെളിവുകൾ നശിപ്പിക്കാനുള്ള എല്ലാ സാഹചര്യവും ഒരുക്കിയിട്ട് മാത്രമേ പോലീസ് പിടിക്കുകയുള്ളൂ. അപ്പോൾ ഈ കുറ്റവാളികൾക്ക് മുഴുവൻ സംരക്ഷണം കൊടുക്കുന്ന സർക്കാർ നടപടിയാണ് ലജ്ജാകരമായിട്ടുള്ളത്. കോളേജുകളിൽ പഠിക്കാതെ ജയിക്കുക, അവിടെ നിന്ന് സർട്ടിഫിക്കറ്റുകൾ വ്യാജമായി ഉണ്ടാക്കുക, അതിന് യൂണിവേഴ്സിറ്റി കൂട്ടുനിൽക്കുക. പിണറായിയുടെ തുടർഭരണം കാരണം സമരം ചെയ്ത് ചോരയൊലിപ്പിക്കാനൊന്നും അവസരമില്ലാതെ വലഞ്ഞ കുട്ടി സഖാക്കൾ കാലങ്ങൾക്ക് ശേഷം പൊടിപിടിച്ച മുദ്രാവാക്യങ്ങൾ പൊടിതട്ടിയെടുത്ത് വാടാ പോടാ വിളിച്ചത് കാഞ്ഞിരപ്പള്ളി അമൽ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിന് മുൻപിലായിരുന്നു. എന്നാൽ അതിന് തൊട്ട് മുൻപ് തന്നെ കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിൽ മത്സരിക്കാത്ത നേതാവിനെ യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറാക്കാൻ ഇവർ നടത്തിയ ഹീനമായ നീക്കങ്ങൾ മാധ്യമങ്ങളുടെ കൃത്യമായ ഇടപെടലോടെ പൊളിഞ്ഞടങ്ങി. തൊട്ടു പിന്നാലെയാണ് വ്യാജരേഖയുണ്ടാക്കി ജോലി തരപ്പെടുത്താൻ ഇറങ്ങിയ നേതാവിൻ്റെ വിദ്യകൾ മാധ്യമങ്ങൾ പുറം ലോകത്ത് എത്തിച്ചത്. അഗളി പോലീസും നീലേശ്വരം പോലീസും രജിസ്റ്റർ ചെയ്ത കേസിൽ അറസ്റ്റ് ഭയന്ന് ഒളിവിൽ പോയ നേതാവിനെ താത്വികമായ അവലോകനങ്ങൾക്ക് മെനക്കെടാതെ പാർട്ടി കൈയൊഴുകുകയും ദിവസങ്ങൾക്ക് ശേഷം കോഴിക്കോട് മേപ്പയ്യൂരിൽ നിന്ന് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. വ്യാജ സർട്ടിഫിക്കറ്റ് വിദ്യകൾ ചാനലുകൾ ലൈവായി പൊളിച്ചെടുക്കുകയും എഴുതാത്ത പരീക്ഷ ജയിച്ച വിദ്യാർത്ഥി നേതാവിൻ്റെ വിശേഷങ്ങൾ പുറത്ത് അറിയിക്കുകയും ചെയ്തപ്പോൾ അങ്ങാടിയിൽ തോറ്റതിൻ്റെ കലിപ്പ് മുഴുവൻ മാധ്യമങ്ങൾക്കെതിരെ തീർത്ത പാർട്ടി സെക്രട്ടറി മാഷ് പറഞ്ഞത് ഇനിയും അറസ്റ്റ് തുടരുമെന്നാണ്. ഏതായാലും പറഞ്ഞത് വിഴുങ്ങി നാക്ക് വായിലേക്ക് ഇടുന്നതിന് മുൻപേ
പണി കായംകുളത്ത് നിന്ന് വന്നു. ഡിഗ്രി തോറ്റ കുട്ടി നേതാവിന് പാർട്ടിയുടെ സമുന്നത നേതാവിൻ്റെ ശുപാർശയുടെ പിൻബലത്തിൽ PGക്ക് അഡ്മിഷൻ എടുത്ത് പഠിക്കുന്ന തരം തട്ടിപ്പുകൾ കണ്ട് ചങ്കത്ത് കൈവച്ച് നിലവിളിക്കേണ്ട ഗതികേടിലേക്ക് കേരളത്തിലെ ജനങ്ങൾ എത്തിയിരിക്കുന്നു. BComന് തോറ്റവൻ കലിംഗ യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റുമായി വന്ന് MComന് പഠിക്കുന്നു. ഒരേ സമയത്ത് തന്നെ കേരള യൂണിവേഴ്സിറ്റിയിലും കലിംഗ യൂണിവേഴ്സിറ്റിയിലും പഠിച്ചതിൻ്റെ അപൂർവ റെക്കോർഡുമായിട്ടാണ് ഈ നേതാവ് MCom പഠിക്കാൻ എത്തിയത് എന്ന് കേൾക്കുമ്പോൾ എന്ത് വികാരമാണ് കേരളത്തിലെ ജനങ്ങൾക്ക് വാസ്തവത്തിൽ ഉണ്ടാകേണ്ടത്? അതേക്കുറിച്ച് പ്രശസ്ത സാമൂഹിക നിരീക്ഷകൻ അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞത് ഇങ്ങനെയാണ്. അതുകൊണ്ട് ബാനർ എന്ത് ചെയ്തു? ബാനർ ഉടനെ തന്നെ ഈ ചെറുക്കനെ അഡ്മിറ്റ് ചെയ്യട്ടെ എന്ന് കുറിപ്പ് കൊടുത്തു. പ്രിൻസിപ്പൾ അത് കിട്ടിക്കഴിയുമ്പോൾ പ്രിൻസിപ്പളിന് ഒരു സംശയവും തോന്നിയില്ല. നമ്മുടെ കോളേജിൽ പഠിച്ച കുട്ടിയാണല്ലോ, ഇവനെങ്ങനെ കലിംഗ യൂണിവേഴ്സിറ്റിയുടെ കടലാസുമായിട്ട് വന്നു. കോമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡിനും തോന്നിയില്ല, യാതൊരു സംശയവും തോന്നിയില്ല. നമ്മുടെ കോളേജിൽ പഠിച്ച പയ്യനാണല്ലോ, യാതൊരു സംശയമില്ലാതെ അദ്ദേഹത്തിന് കലിംഗ യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റ്, മാത്രമല്ല യൂണിവേഴ്സിറ്റിയുടെ എക്വലൻസി സർട്ടിഫിക്കറ്റ് കൊടുത്തു. കലിംഗ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ആദ്യമായിട്ടാണ് ഒരാൾ കേരള യൂണിവേഴ്സിറ്റിയിൽ ആ ഉപരിപഠനത്തിന് വരുന്നത്. കേരള യൂണിവേഴ്സിറ്റി യാതൊരു സംശയവും കൂടാതെ അദ്ദേഹത്തിന് തുല്യതാ സർട്ടിഫിക്കറ്റ് കൊടുത്തു. അങ്ങനെ ആ സർട്ടിഫിക്കറ്റിൻ്റെ ബലത്തിൽ ഇദ്ദേഹം MSM കോളേജിൽ MComന് ചേർന്നു. പാർട്ടിയുടെ അഖില ലോക നേതാവായിട്ട് വിലസുകയാണ്. അപ്പോഴാണ് SFIയിൽ തന്നെയുള്ള വേറൊരു കുട്ടി, ഒരു പെൺകുട്ടി, ഇയാൾക്കെതിരെ പരാതി കൊടുക്കുകയും ഈ സംഗതി ചോർന്ന് മാധ്യമങ്ങൾക്ക് കിട്ടിച്ചു. മാധ്യമങ്ങൾ സ്വാഭാവികമായിട്ടും അത് ആഘോഷിച്ചു. കാരണം SFIയുടെ കായംകുളം ഏരിയ സെക്രട്ടറിയും ജില്ലാ കമ്മിറ്റി അംഗവുമാണ് സഖാവ് നിഖിൽ തോമസ്. ഒരു ചെറുപ്പക്കാരൻ നന്നാവുന്നത് പൊതുവെ ആളുകൾക്ക് ഇഷ്ടമില്ലല്ലോ. അങ്ങനെ നിഖിലിനെ വേട്ടയാടുന്ന ഒരു സംഘം മാധ്യമപ്രവർത്തകർ വളരെ ശക്തമായിട്ട് ഇടപെട്ടു. അത് വിവാദമായി നിൽക്കുമ്പോൾ ആ നിഖിലിനെ ഈ സ്ഥാനങ്ങളിൽ നിന്ന് നീക്കം ചെയ്തു. ഏരിയ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന്, ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് നീക്കം ചെയ്തു. പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് കളഞ്ഞില്ല, അന്വേഷണ വിധേയമായിട്ട് നീക്കം ചെയ്തു. അപ്പോഴത്തേക്കും SFIയുടെ സംസ്ഥാന സെക്രട്ടറി, ഇതുപോലെ അനവധി ആരോപണങ്ങൾ നേരിടുന്ന വ്യക്തിയുമായ സഖാവ് PM ആർഷോ, അതെ, എഴുതാതെ പരീക്ഷ പാസ്സായ PM ആർഷോ നിഖിലിന് വേണ്ടി ഇടപെട്ടു. അദ്ദേഹം ഉടനെ തന്നെ നിഖിലിൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ മേടിച്ചു നോക്കി. അപ്പോൾ എല്ലാ കടലാസും പാക്കിയാണ്. അദ്ദേഹം കലിംഗ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിട്ടുണ്ട്, അവിടുന്ന് ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട്, മാർക്ക് ലിസ്റ്റ് കിട്ടിയിട്ടുണ്ട്, ഉയർന്ന മാർക്ക് കൂടി തന്നെയാണ് പാസ്സായിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ പ്രവേശനത്തിലോ അല്ലെങ്കിൽ വിജയത്തിലോ സർട്ടിഫിക്കറ്റിലോ യാതൊന്നും സംശയിക്കത്തക്കതായിട്ടില്ല. ഉടനെ തന്നെ ആർഷോ പത്രക്കാരോട് പറഞ്ഞു, ദാ നോക്കൂ, ഞങ്ങളുടെ സഖാവിനെതിരായിട്ട് വ്യാജ ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ്. ഇദ്ദേഹം ഉടനെ തന്നെ പരാതി കൊടുക്കും, ഇവിടുത്തെ മാപ്രകളെ മൊത്തം പൂട്ടിക്കും, ഈ വിഷലിപ്തമായ വാർത്ത കൊടുത്ത എല്ലാവരെയും ഞങ്ങൾ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കും എന്ന് പറഞ്ഞു. പക്ഷേ ഈ മാധ്യമപ്രവർത്തകരാരാ മക്കൾ? അവരപ്പോൾ തന്നെ റായ്പൂരിൽ പോയി കടലാസ് പരിശോധിച്ചു. അപ്പോഴവിടുത്തെ യൂണിവേഴ്സിറ്റി രജിസ്ട്രാർ പറയുകയാണ്, ഈ നിഖിൽ തോമസ് എന്ന് പറഞ്ഞ ഒരു പയ്യൻ ഈ കോളേജിൽ പഠിച്ചിട്ടില്ല, ഈ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിട്ടില്ല, ഞങ്ങൾ അവന് ഡിഗ്രി സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടില്ല. അപ്പോൾ പിന്നെ ഇദ്ദേഹം കൊണ്ടുവന്ന സർട്ടിഫിക്കറ്റ് എവിടെ? ഇത് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചാൽ അത് നിഖിലിന് മാത്രം അറിയുന്ന കാര്യമാണ്. മിക്കവാറും കുന്നംകുളത്ത് നിന്ന് സംഘടിപ്പിച്ചായിരിക്കും. കുന്നംകുളം സർട്ടിഫിക്കറ്റാണ്, അത് K സർട്ടിഫിക്കറ്റ് എന്ന് പറയും. ഏതായാലും പാർട്ടിയിലെ ഉന്നതന്റെ ശുപാർശയോടെയാണ് ഇയാൾക്ക് അഡ്മിഷൻ കൊടുത്തത് എന്ന് MSM കോളേജ് അധികൃതർ വ്യക്തമാക്കി കഴിഞ്ഞു. പാർട്ടിക്കാർക്കും അവരുടെ അണികൾക്കും പോഷക സംഘടനകൾക്കും മാത്രം കേരളത്തിലെ ജനങ്ങളുടെ നികുതി പണം വീതം വെച്ചെടുക്കാൻ ഇക്കൂട്ടർ നടത്തിയ എല്ലാത്തരം നീക്കങ്ങളും ഇപ്പോൾ മാധ്യമങ്ങൾ പൊളിച്ച് അടുക്കിയതിനാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ വിദ്യാർത്ഥി സംഘടനയായ SFIക്ക് ഇപ്പോൾ വിവാദങ്ങളുടെ എയറിൽ നിന്ന് താഴെ ഇറങ്ങാനേ സാധിക്കുന്നില്ല. നാളത്തെ നേതാക്കന്മാരെ വാർത്തെടുക്കാൻ അവർ നടത്തുന്ന നീക്കങ്ങളൊക്കെ തട്ടിപ്പിൻ്റെയും വെട്ടിപ്പിൻ്റെയും ആഴങ്ങളിലാണ് ചെന്നെത്തുന്നത്. അധികാര പിൻബലത്തിൽ സാധാരണക്കാരായ ജനങ്ങളെ വിട്ടികളാക്കിക്കൊണ്ട് അവർ കാട്ടിക്കൂട്ടുന്ന ക്രമക്കേടുകളും ചട്ടവിരുദ്ധ നടപടികളും അത്രയ്ക്ക് ഗുരുതരമാണ്. ഒരു കാലത്ത് പാവപ്പെട്ട വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങളെ ഗൗരവമായി ഏറ്റെടുത്ത് അത് പരിഹരിക്കുവാൻ മുന്നിട്ടിറങ്ങിയവർ ഇപ്പോൾ ഇന്ത്യയിലെ എല്ലാ വിദ്യാർത്ഥി സംഘടനകൾക്കും ഒരു അപമാനകരമായി തീർന്നിരിക്കുകയാണ്. കേരളത്തിൽ ഇപ്പോൾ മാധ്യമപ്രവർത്തകരെ തൂത്തുകൂട്ടി അകത്തിടുന്നത് പോലെ തന്നെ പ്രതിപക്ഷത്തെ നേതാക്കളെയും കേസിൽപ്പെടുത്തി
അറസ്റ്റ് ചെയ്യാനുള്ള ശ്രമങ്ങൾ ശക്തമാണ്. പറവൂർ MLA ആയ പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ പുനർജനി പദ്ധതിക്ക് വിദേശ സഹായം കൈപ്പറ്റാൻ FCRI നിയമം ലംഘിച്ചുവെന്ന് ആരോപിച്ചുകൊണ്ട് വിജിലൻസ് കേസ് എടുത്തിരിക്കുകയാണ്. അതിൻ്റെ പിന്നാലെ KPCC പ്രസിഡന്റ് K സുധാകരനെയും പുരാവസ്തു തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടിരിക്കുകയാണ്. രമേശ് ചെന്നിത്തലയ്ക്കെതിരെ ബാർക്കോഴ കേസ് വീണ്ടും കുത്തിപ്പൊക്കാനും ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ. മോൺസൺ മാവുങ്കലിൻ്റെ തട്ടിപ്പ് കമ്പനിയുടെ ഇടപാടുകളിൽ ഭ്രമിച്ച് മോശയുടെ അംശവടിയും കർത്താവിനെ ഒറ്റിക്കൊടുത്തപ്പോൾ യൂദാസിന് കിട്ടിയ വെള്ളി നാണയങ്ങളും ഒക്കെ കാണാൻ പോയവരെല്ലാം സമൂഹത്തിൻ്റെ മുമ്പിൽ ഇപ്പോൾ പരിഹാസ്യരായി മാറിയിരിക്കുകയാണ്. ഇവിടെ ഒരു കാര്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വവും പോലീസ് മേധാവികളും മത നേതാക്കളും മോൺസൺ മാവുങ്കലിനെ പോലെയുള്ള തട്ടിപ്പ് വീരന്മാരുടെ കെണിയിൽ പെട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ സംവിധാനങ്ങളുടെ കീഴിൽ ഈ നാട്ടിലെ ജനങ്ങളുടെ അവസ്ഥ എത്ര പരിതാപകരമായിരിക്കും. ഇതുപോലെയുള്ള ഗജ ഫ്രോഡുകളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങി പള്ളിപ്പെരുന്നാളുകൾ ആഘോഷപൂർവം നടത്തുന്ന പരിപാടി എന്നേക്കുമായി അവസാനിപ്പിച്ചേ മതിയാകത്തുള്ളൂ. ഈ കാര്യം വീണ്ടും ഒരിക്കൽ കൂടെ ആവർത്തിച്ച് ഓർമ്മിപ്പിച്ചുകൊണ്ട് ന്യൂസ് കനിയാഴ്ച സമാപിക്കുന്നു. വീണ്ടും അടുത്തയാഴ്ച.